രാവിലെ തന്നെ നമുക്കറിയാമല്ലോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ റിലീസ് ദിവസം ആദ്യ ഷോ തുടങ്ങാൻ ഇനി സമയമില്ല. ആദ്യ ഷോ തുടങ്ങിയാണ്. അപ്പം വലിയ തിരക്കായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടില്ല, നല്ല തിരക്കായിരുന്നു. ഇപ്പം ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഈ ആദ്യ ഷോയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം ഇവിടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ മലയക്കോട്ടെ വാലിബൻ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നിപ്പം സിനിമ റിലീസിനൊരുങ്ങുന്ന വലിയ ആളുകളെല്ലാം ഇവിടെ ഭയങ്കര പ്രതീക്ഷയിലാണോ? എങ്ങനെയാണ്? പിന്നെ പ്രതീക്ഷയിലാണ്. രാവിലെ എവിടെ എത്തി? മരട്ടെന്ന് പറയുന്നത്. പ്രതീക്ഷ തന്നെയാണ്. പടം കഴിഞ്ഞിട്ട് ബാക്കി പറയാം. പടം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും പടം കഴിഞ്ഞിട്ട് വേണം ബാക്കി പറയാനല്ലേ? അതെ, പടം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പറയാം. എന്തായാലും നമുക്കൊരു ഈ പാലക്കാടിൽ നിന്നുള്ള ഞാൻ പറയില്ലേ ഈ ആദ്യ ഷോ കാണാൻ വരുന്ന ആളുകളെ നമുക്ക് കാണാം. ഇപ്പം വലിയ തിരക്കിൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു വീൽ ചെയറിൽ തന്നെയാണ് വരുന്നത്. ആദ്യ ഷോ കാണാൻ തന്നെ എത്തിയല്ലേ? ആദ്യ ഷോ കാണാൻ തന്നെയായിരുന്നു ആഗ്രഹം. അല്ല, അതല്ലേ? ലിജോയുടെ ഫാനാണല്ലേ? എവിടുന്നാ വരുന്നത്? ലോക്കല്. അതല്ലേ? ആദ്യ ഷോ കാണുക. കുറെ നാളായി കാത്തിരിക്കുകയും സിനിമയ്ക്ക് വേണ്ടി. അതെ, അതല്ലേ? തീർച്ചയായിട്ടും. അപ്പം ലിജോ സാറിന്റെ ഫാനാണ് കേട്ടോ. ലാലേട്ടനോടൊപ്പം തന്നെ ലിജോ ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇങ്ങനെയാണ് ആളുകൾ. എല്ലാവർക്കും ഫാനാണ്. ലിജോ ചേട്ടൻ്റെ ഫാനുണ്ട്, ലാലേട്ടൻ്റെ ഫാനുണ്ട്. ഈ സിനിമയെ സ്നേഹിക്കുന്നവരുടെ ഒരു തിരക്ക് തന്നെയാണ് ഇന്നിപ്പോൾ കാണുന്നത്. എന്തായാലും എവിടുന്നാണ്? ഇവിടെ എറണാകുളത്ത് ആദ്യ ഷോയ്ക്ക് എത്തിയല്ലേ? അതെ അതെ ാണ്. അപ്പം ഇനിയിപ്പം വൈകാനൊന്നുമില്ല. സമയം സിനിമ തുടങ്ങുന്ന സമയത്തിലേക്ക് പോവുകയാണ്. വലിയ തിരക്ക് എല്ലാ തിയേറ്ററിലും നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്ത് പല സ്ഥലത്ത് പോയപ്പോൾ എല്ലാ തിയേറ്ററിലും ഫുൾ ആളാണ്. എറണാകുളത്ത് വന്നാൽ കേരളത്തിൽ മൊത്തം ഉള്ള ആളുടെ തിരക്കാണ്. എന്തായാലും ഷോ തുടങ്ങുകയാണ്. നമുക്ക് ഷോയ്ക്ക് ശേഷമായിരിക്കും ഇനി പ്രേക്ഷകരുടെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. വരൂ. അപ്പം കയറി ഫാമിലി സഹിതം എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം സിനിമ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ പോകുന്നു. സിനിമ ആദ്യ ഷോ തുടങ്ങാൻ പോകുന്നു. വലിയ തിരക്കാണ്. കേരളത്തിലെ എല്ലാ തിയേറ്ററിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ വലിയ തിരക്കാണ്. തിയേറ്ററിൽ ഹൗസ്ഫുള്ളാണ്. എല്ലാ തിയേറ്ററിലും കേരളത്തിലെ എല്ലാ ഷോയ്ക്കും വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ എല്ലാം ആളുകൾ എത്തിയിരിക്കുന്നു. നമുക്കെല്ലാം കേരളത്തിലെ പല തിയേറ്ററിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എല്ലാ സ്ഥലത്തും വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ കാണുന്നത് പോലെ തന്നെ കണ്ടില്ലേ, ഈ ബാൽക്കണി മൊത്തം ഫുള്ളാണ്. അത് താഴെയും ഫുള്ളാണ്. എന്തായാലും മലയാള സിനിമയുടെ പുതിയൊരു അധ്യായം കുറിക്കാൻ പോകുന്നു ഇന്ന് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ മോഹൻലാൽ ലിജോ കൂട്ടുകെട്ടിലെ മലയക്കോട്ടെ വാലിബൻ ഇപ്പോൾ തന്നെ തുടങ്ങിയാണ്. രാവിലെ 6:30 മണിക്കാണ് ഇന്ന് ഷോ നടക്കുന്നത്. 6:30 മണിക്കാണ് ഇന്ന് ഷോ. എല്ലാവരും എത്തിയിരിക്കുന്നു. അടിപൊളിയല്ലേ? അടിപൊളി. ഭയങ്കര വെയിറ്റ്. കുറച്ചു നേരം ഈ 10 മിനിറ്റ് പോലും സഹിക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ്. ആർക്കും ഒരു മിനിറ്റ് പോലും സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പടം തുടങ്ങിയായി. ഇതാണ് ഇപ്പോൾ പരസ്യം തുടങ്ങി. ഇനി സിനിമ തുടങ്ങുന്ന നിലയിലേക്ക് പോകുന്നു. വലിയ പ്രതീക്ഷ. ഈ പ്രതീക്ഷ പ്രേക്ഷകർ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പടം കണ്ടതിന് ശേഷം മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. വലിയ രീതിയിൽ തിരക്കനുഭവം. നമുക്ക് താഴേക്ക് നോക്കിയാൽ അറിയാം. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൗഡ് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാം. താഴേക്ക് വലിയ ക്രൗഡുണ്ട്. ഒരു മലയാള സിനിമ എത്രമാത്രം സ്നേഹിക്കുന്നു മലയാളികൾ, ലാലേട്ടനെയും ലിജോയുടെയും കൂട്ടുകെട്ട് എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇവിടെ ഈ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 6:30 മണിക്കാണ് ഷോ കേരളമൊട്ടാകെ ഷോ നടക്കുന്നതും. പടം തുടങ്ങുന്നതിന് മുമ്പുള്ള ആരവമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. സിനിമ തുടങ്ങാൻ നമ്മൾ ആരവമാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. ഇതുകൊണ്ട് ആളുകളെ കണ്ടില്ല. ആളുകളെല്ലാം ഭയങ്കര ആവേശത്തിലാണ്. ഇതാണ് ഈ സിനിമയ്ക്കുള്ള ഒരു ആവേശമാണ് ഈ കാണുന്നത്. നമ്മൾ വലിയ ആവേശത്തിലാണ് ആളുകളിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമ കാണാനുള്ള തിരക്കിലേക്ക് പോകാം. സിനിമ തുടങ്ങുന്നു. പ്രൊഡ്യൂസർ ഷിബു ബേബി ജോൺ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഓരോ ആളുകളും എല്ലാവരും കൊച്ചുമണി ചേട്ടൻ ഇരിപ്പുണ്ട്. നമ്മൾ ഹരീഷ് പേരി ഇരിപ്പുണ്ട്. എല്ലാവരും തിയേറ്ററിനുള്ളിൽ എത്തിയിരിപ്പുണ്ട്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.